Hello friends, welcome back to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, എളുപ്പമാണ് സംഭവം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ് കണ്ടക്റ്റൻസ് ആംപ്ലിഫയർ. കാരണം V by I അല്ലേ, അല്ലെങ്കിൽ I by കൺവേർട്ടർ ഔട്ട്പുട്ട് എന്ന് I അല്ലേ വരിക. അപ്പോൾ I by V എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണല്ലോ. V by I ആണ് R. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടക്റ്റൻസ്, അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. ഓക്കെ, ട്രാൻസ് കണ്ടക്റ്റൻസ്. ഓക്കെ, ഇത് നേരെ മറിച്ച് IV ആണെങ്കിലോ വോൾട്ടേജ് അല്ല ഔട്ട്പുട്ടിൽ. അപ്പോൾ V by I എന്ന് എഴുതിയിട്ട് നമുക്ക് ട്രാൻസ് റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ട്രാൻസ് കണ്ടക്റ്റൻസ് ആംപ്ലിഫയർ VI കൺവേർട്ടർ. അതായത് VI എന്ന് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിൽ തന്നെയാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനിൽ അതുപോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ അപ്ലിക്കേഷനായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ യൂസേജ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അത് ഞങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സെൻസർ ഉപയോഗിച്ചിട്ട് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു സെൻസർ ഉണ്ട് അല്ലേ. അപ്പോൾ സെൻസറിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക, ഔട്ട്പുട്ട് നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ആസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മളിത് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറേ ട്രാവൽ ചെയ്യണം ആക്ച്വലി അല്ലേ. അപ്പോൾ കുറേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ കേബിൾ ലെങ്ത്ത്, ഇപ്പോൾ ഒരു ട്രേബിളാണ്, ഇപ്പോൾ കുറേ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ കുറച്ച് ദൂരമുള്ള സ്ഥലമാണെന്ന് വിചാരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് കേബിളിൽ എന്താ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ നോയ്സ് എന്താവും ഇതിനകത്ത് എന്ത് സൂപ്പർ ഇമ്പോസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ കേസുകളിൽ വരുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിലാവുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വോൾട്ടേജുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ത് ചെയ്യുവാണ്, പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ പ്ലേസ് ചെയ്ത് എന്താവും, വോൾട്ടേജ് ഇതിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് പോവും, ഔട്ട്പുട്ട് ആര് വരും, കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ കറണ്ടിന് ഡിസ്പ്ലേയിലേക്ക് പോകാൻ വലിയ പ്രശ്നമില്ല. കാരണം എന്താ, ഈ കറണ്ട് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ കറണ്ട് എന്ത് ചെയ്യാം, ഈ ത്രൂ ഔട്ട് ദ കേബിൾ ലെങ്ത്ത് മുഴുവൻ ഈ കറണ്ട് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം കറണ്ട് ഈ എക്സ്റ്റേണൽ നോയ്സിനൊക്കെ അത്ര എഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല. ഓക്കെ, അപ്പോൾ അതൊരു ബേസിക് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഏത് യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ. എപ്പോൾ കുറേ ഫാർ അവേ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലം ഭയങ്കര ദൂരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിൽ നമുക്ക് വോൾട്ടേജ് കറണ്ട് കൺവേർട്ടർ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ലബോറട്ടറി സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ LED ഡ്രൈവ് ചെയ്യുന്ന കേസസിലൊക്കെ ഈ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, കാരണം സെൻസറിൽ കിട്ടുന്ന വോൾട്ടേജ് ആയിരുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം എറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിൽ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. ദിസ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് VI കൺവേർട്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാരണം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നമുക്ക് സാധാരണ ഒരു വോൾട്ടേജ് സോഴ്സ് പോലെയല്ലേ കിട്ടുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് സോഴ്സ് ആക്കി മാറ്റുക. അങ്ങനെ തന്നെ നമ്മൾ സാധാരണ ഇതുപോലെ തന്നെയാണ് മാറ്റുന്നത്. അപ്പോൾ കാരണം നമ്മൾ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കറണ്ടിലേക്ക് മാറ്റണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി റിക്വയർ അവർ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് അല്ലേ. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പറയാം അല്ലേ, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ ആൻ ഓപ്പ് ആംപ്. ഓക്കെ, ഇങ്ങനെ വോൾട്ടേജ് ടു കറണ്ട് കൺവേർഷൻ ഒക്കെ ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ എ ഓപ്പ് ആംപ്. ഓക്കെ, ഓപ്പ് ആംപ് ബൈ യൂസിങ് എ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഈ വോൾട്ടേജ് ടു കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിലെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മളൊരു പാസീവ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു റെസിസ്റ്റർ ഒരു വോൾട്ടേജ് ഉള്ള ഒരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കറണ്ട് പോവുകയാണെങ്കിൽ I is equal to V by R. ഓക്കെ, വലിയ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷേ ഇഫ് യു ആർ കണക്ടിങ് എ ലോഡ്, ഒരു ലോഡും കൂടി വരുവാണെങ്കിൽ ലോഡിൻ്റെ എഫക്റ്റ് ഇവിടെ ഹാപ്പൻ ചെയ്യില്ലേ. കാരണം ലോഡ് റെസിസ്റ്ററും കൂടി ഇതിൻ്റെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കറണ്ട് ലോഡ് റെസിസ്റ്ററിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിലുണ്ടാകുന്ന ചേഞ്ചസ് ഇൻ എഫക്റ്റ് ആരെ എഫക്റ്റ് ചെയ്യും,
നമ്മളുടെ കറണ്ടിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഇതൊരു പാസീവ് സർക്യൂട്ട്സിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പാസീവ് സർക്യൂട്ട്സിലെ ഈ ലോഡ് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് എഫക്റ്റ് കാരണം നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യം, അതായത് ഇതൊരു ഐഡിയൽ കേസിലാണ് നമ്മൾ ഈ I=V/R എന്ന് എഴുതിയത് അല്ലേ. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ആകുമ്പോൾ ഇവിടെ ലോഡും കൂടി വരും. അപ്പോൾ ആ പ്രാക്ടിക്കൽ കേസുകളിൽ ഇങ്ങനെ ലോഡിൻ്റെ എഫക്റ്റും കൂടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ആക്റ്റീവ് കൺവേർട്ടേഴ്സാണ്. ഓക്കെ, നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് ആക്റ്റീവ് കൺവേർട്ടേഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ആക്റ്റീവ് കൺവേർട്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആക്റ്റീവ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, എന്താണ് ആക്റ്റീവ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ? ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊരു വേറെ പേരുണ്ട്. ഇറ്റ് ഈസ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് ലോഡ് കൺവേർട്ടർ. ഓക്കെ, എന്താണ് ഫ്ലോട്ടിംഗ് ലോഡ് കൺവേർട്ടർ? കാരണം ഇത് ലോഡ് എന്ത് ചെയ്യുവാണ്, ലോഡ് ഈസ് ഫ്ലോട്ടിംഗ്. ഓക്കെ, ലോഡ് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് സർക്യൂട്ട്സ് വരയ്ക്കുവാണെങ്കിൽ you will be having an op amp here, minus plus, then you will be having a voltage source here, this is denoted by V in, then next you will be having a resistor here, ഇവിടെയും ഒരു റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സർക്യൂട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ അറിയണമെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ലോഡ് എന്ത് ചെയ്യാണ്, ഫ്ലോട്ട് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണല്ലോ, പ്ലസ്സിലല്ലേ. അപ്പോൾ ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണെന്നുള്ള കാര്യം അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് വിന്നാണെങ്കിൽ നമ്മളെ വെർച്വൽ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ പ്രകാരം ഇവിടെ എന്താണോ അത് തന്നെയല്ലേ ഇവിടെയും വരിക. അപ്പോൾ ഇവിടത്തെയും വോൾട്ടേജ് എന്ത് തന്നെയാണ്, ഇവിടത്തെയും വോൾട്ടേജ് വി ആണല്ലോ അല്ലേ. നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യും, നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുക. അതായത് അപ്ലൈയിങ് KCL അറ്റ് ദിസ് നോഡ്, അപ്ലൈയിങ് KCL, ആ നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ടുകൾ മാർക്ക് ചെയ്യാം. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ IL, അതുപോലെ ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഇത് I. ഓക്കെ, I. അപ്പോൾ KCL അപ്ലൈ ചെയ്താൽ എന്താ, I=IL വരുമല്ലോ. റെഡി അല്ലേ. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്താ, V/R. അതിന് നമുക്ക് IL എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് IL എന്ന് എങ്ങനെ എഴുതാം, IL=V/R എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്ന പോയിന്റ്, IL=V/R. അപ്പോൾ നിങ്ങൾ സപ്പോസ് R കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഇഫ് R അല്ലെങ്കിൽ നമ്മൾ വൺസ് നമ്മൾ ആറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലോഡ് കറണ്ട് ഏതിനെ ഡിപ്പെൻഡൻ്റ് ആണ്, ആ ലോഡ് കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു V in ഓൺലി. ശരിയല്ലേ. അപ്പോൾ ദസ് ദിസ് സർക്യൂട്ട് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ ആറിൻ്റെ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് ഏതിന് മാത്രമാണ് പ്രൊപ്പോർഷണൽ ആവുക, ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു യുവർ V in ഓൺലി. ദസ് V in ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഏത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ, IL ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതായത് അല്ലാതെ ഏത് ചേഞ്ച് ചെയ്യുമ്പോഴല്ല, റെസിസ്റ്റർ ചേഞ്ച് ചെയ്യുമ്പോഴല്ല. സിമിലർലി ആരുടെ എഫക്റ്റും വരുന്നില്ല, ലോഡ് റെസിസ്റ്ററിൻ്റെ എഫക്റ്റും വരുന്നില്ല ഇവിടെ. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഡയറക്ട്ലി വെൻ IL is directly proportional to load current is directly proportional to input voltage only. Thus this circuit will act as a voltage to current converter. ഓക്കെ, സിമിലർലി ഇത് നമ്മളുടെ വേറെ സർക്യൂട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ലോഡ് റെസിസ്റ്ററിന് പകരം നമ്മൾ നിങ്ങൾ നോക്കൂടെ, ലോഡ് റെസിസ്റ്റർ ഉണ്ട്, എന്നാൽ കൂടി നമുക്ക് ഏതിൻ്റെ ആവശ്യമില്ല, ലോഡ് റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ലോഡ് റെസിസ്റ്റർ ഉണ്ട് സർക്യൂട്ടിൽ, എന്നാൽ കൂടി നമുക്ക് ലോഡ് റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ നേരത്തെ പാസീവിൽ എന്തായിരുന്നു പ്രശ്നം, ലോഡ് റെസിസ്റ്റൻസ് കാരണം നമ്മളുടെ കറണ്ടിൻ്റെ ഡിസൈൻ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഏതിൽ ഒഴിവാക്കാം, ഈ ഡിസൈനിൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റി. മനസ്സിലായില്ലേ, അതാണ് ഇതിന് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ ഇനി ഒരു സർക്യൂട്ട് എടുക്കുവാണെങ്കിൽ മൈനസ് പ്ലസ് എടുക്കുകയാണെങ്കിൽ വിൽ ബി ഹാവിങ് പ്ലസ് ഓർ മൈനസ്. നമ്മൾ ആ ലോഡ് റെസിസ്റ്ററിൻ്റെ സമയത്ത് ലോഡ് റെസിസ്റ്റൻസ് പോലെ വി ക്യാൻ ഓൾസോ ഡ്രൈവ് ഇങ്ങനത്തെ സർക്യൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഡയോഡല്ല, ഞാൻ വരക്കാൻ പോകുന്ന സാധനം നിങ്ങൾ നോക്കിക്കോ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ LEDs. ഓക്കെ, ഒരു LED സർക്യൂട്ട്സിനെ ഡ്രൈവ് ചെയ്യാനും നമ്മൾക്ക് ആരെ പറ്റും, ഏത് കാരണം പറ്റും, നമ്മുടെ ഈ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറിന് യൂസ് ചെയ്ത് പറ്റും. കാരണം നമ്മൾ ഈ വോൾട്ടേജിൽ ആറും വീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ കറണ്ട് ത്രൂ ദ LED എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇഫ് ഈ ചേഞ്ച് V in then the current through LED will also change.
ഓക്കെ, അപ്പോൾ വീൻ ചേഞ്ച് ചെയ്യുന്ന കാരണം കറണ്ട് ത്രൂ എന്ത് ചെയ്യാം, LED നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ കറണ്ട് ത്രൂ LED ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ LED ബ്രൈറ്റ്നസ് കുറക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ശരിയല്ലേ? അത് ഒരു അഡ്വാൻറ്റേജുകൾ LEDസിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സിമിലർലി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ മാച്ചിങ് പെയർ ഓഫ് ഡയോഡ്സ്. ഓക്കെ, ഡയോഡ്സിൻ്റെ പെയർസ് മാച്ച് ചെയ്യാനും ഇതിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ സെനർ ഡയോഡ്സിൻ്റെ മാച്ചിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെയർസ് മാച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് ഫ്ലോട്ടിംഗ് ലോഡ് കൺവേർട്ടറാണ്. ഇതുപോലെ ഒരു കൺവേർട്ടറും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ ജസ്റ്റ് നോക്കണം. അതിൻ്റെ പേരാണ് we are having another circuit which is known as grounded load voltage to current converter. ഇതാണ് ആ സർക്യൂട്ടിൻ്റെ പേര്. എന്താണ്? ഗ്രൗണ്ടഡ് ലോഡ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. അപ്പോൾ ഗ്രൗണ്ടഡ് ലോഡ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറിൻ്റെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഗ്രൗണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായി, കാരണം ഗ്രൗണ്ടഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗ്രൗണ്ടഡ് എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ ഗ്രൗണ്ട് ഉണ്ടാവും. ഇവിടെയാണ് നമ്മളെ ഈ പറഞ്ഞ ലോഡ് റെസിസ്റ്റർ ഉള്ളത്. ഓക്കെ, ദിസ് ഈസ് യുവർ RL. ഓക്കെ, ദെൻ വി ആർ ഹാവിങ് അവർ യൂഷ്വൽ റെസിസ്റ്റേഴ്സ് R ഉണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, വി ഇൻ. ദെൻ ഓക്കെ, ദെൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇവിടെയായിരുന്നു വേണ്ടത്. ഓക്കെ, ഇവിടെയല്ല, ജസ്റ്റ് ഇതിൽ കോമൺ ആയിട്ട് വരച്ചിട്ട് നിങ്ങൾ ഇവിടെ വരച്ചാൽ മതി. ഇതാണ് നിങ്ങളുടെ R. ഓക്കെ, ഇവിടെയല്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അടുത്ത R പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ജസ്റ്റ് ഒന്നും കൂടി വരക്കാം. ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. മൈനസ് പ്ലസ് ആദ്യം മുകളിൽ വരയ്ക്കാം. R again an R. It is having V out. Then you will be having your load resistor RL. Okay, then ഇവിടെ നിന്നാണ് റെസിസ്റ്റർ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ R. എത്ത് അഗെയിൻ അനദർ R. ഇവിടെയാണ് നിങ്ങളുടെ പ്ലസ് ഓർ മൈനസ് V ഇൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ലോഡ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെയാണ് ലോഡ് റെസിസ്റ്റർ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റർ ഇത് ഗ്രൗണ്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. എല്ലാ റെസിസ്റ്ററിൻ്റെ വാല്യൂ 6 ആണ് എടുത്തിരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. സിമിലർലി നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, KCL നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് KCL. ഓക്കെ, സോ ലെറ്റ് us assume the voltage as V1. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, V1. അതായത് നോഡ് A എന്ന് എടുക്കുക. ഇവിടുത്തെ വോൾട്ടേജ് V1 എന്ന് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഉള്ളത്. I1, ദെൻ ഇത് I2, ഇതിലാണ് എന്ത് ചെയ്യുന്നത്, IL എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ KCL അപ്ലൈ ചെയ്യുമ്പോൾ എഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ, അപ്ലൈയിങ് KCL അപ്ലൈ ചെയ്യുമ്പോൾ യുവർ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു IL എന്ന് വരുമല്ലോ അല്ലേ. I1 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, V ഇൻ മൈനസ് V1 ഡിവൈഡഡ് ബൈ R പ്ലസ് V ഔട്ട് മൈനസ് V1 ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു IL. കറക്റ്റ്. ദെൻ V ഇൻ 2 R ഉണ്ട് അല്ലേ, ഒരു R അപ്പുറത്തേക്ക് പോകും. നമ്മൾ LCM എടുക്കുമ്പോൾ മൈനസ് അല്ല പ്ലസ് V ഔട്ട് മൈനസ് 2V1 ഈസ് ഈക്വൽ ടു IL ഇൻറ്റു R. ശരിയല്ലേ? ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമ്മളെ V ഔട്ട് നമുക്ക് കാണാം. ഇവിടെ V ഔട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവ തന്നിരിക്കുന്നത് എങ്ങനത്തെ ടെർമിനലാണ്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ അല്ലേ. കാരണം നോൺ ഇൻവെർട്ടിംഗ് ഓപ്പാമ്പ് അല്ലേ തന്നിരിക്കുന്നത്. കാരണം ഇൻപുട്ട് വോൾട്ടേജ് നോൺ ഇൻവെർട്ടിങ്ങിലാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ V ഔട്ട് നമുക്ക് എങ്ങനെ എഴുതാം, യുവർ V ഔട്ട് വിൽ ലുക്ക് ലൈക്ക് 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു ഈ V പ്ലസ് അല്ലേ. ഇങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഈ RF R1 എത്രയാണ്, ഇത് രണ്ടും R ആണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ RF R1 എങ്ങനെയാണ്, രണ്ടും R ആണ്. അപ്പോൾ 1 പ്ലസ് R ബൈ R ഇൻറ്റു V പ്ലസ്. ഓക്കെ, ഇവിടെ എങ്ങനെ ഉണ്ട്, ഓക്കെ, ഇൻറ്റു V പ്ലസ് അല്ലേ. ഇതാണ് നിങ്ങളുടെ V ഔട്ട്. അപ്പോൾ ആറും നമുക്ക് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് V ഔട്ട് എങ്ങനെ കിട്ടും, യു വിൽ ഗെറ്റ് V ഔട്ട് ആസ് 2 ഇൻറ്റു V പ്ലസ്. V പ്ലസ് എന്ന് പറയുന്ന സാധനം ഇവിടെ V1 ആണ്. അപ്പോൾ 2 ഇൻറ്റു V1. നിങ്ങളെ V ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻറ്റു V1. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? വിൽ ഗെറ്റ് വി ഇൻ പ്ലസ് 2v1 മൈനസ് 2v1 ഈസ് ഈക്വൽ ടു IL ഇൻറ്റു ആർ. ശരിയല്ലേ? 2v1 ക്യാൻസൽ ആവും. ലാസ്റ്റ് യു വിൽ ഗെറ്റ് v1 ഈസ് വി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു VL ഇൻറ്റു ആർ. കറക്റ്റ് അല്ലേ? യു വിൽ ഗെറ്റ് VN ഈസ് ഈക്വൽ ടു IL ഇൻറ്റു ആർ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? IL എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താം? IL ഈസ് ഈക്വൽ ടു VN ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അറിയേണ്ട പോയിന്റ് നമ്മൾ നേരത്തെ പോയിന്റ് കിട്ടി അതേ സാധനം തന്നെ കിട്ടി അല്ലേ? ഇതാ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? IL ഈസ് ഈക്വൽ ടു VN ബൈ ആർ. സെയിം ഇക്വേഷൻ ഇവിടെയും കിട്ടി. രണ്ട് മെത്തേഡാണെന്നുള്ളൂ. ഇക്വേഷൻ കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ എന്താണ്? സെയിം ആണ്. ഇവിടെയും നമുക്കിപ്പോൾ പറയാം എന്താണ്? നമ്മൾ ആറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് കറണ്ട് എന്തിന് പ്രപ്പോർഷനാണെന്ന് എഴുതാം? ലോഡ് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു VN. അതായത് ലോഡ് കറണ്ട് ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് റെസിസ്റ്റർ. ഇതാണ് കീ പോയിന്റ്. ഇത് ലോഡ് റെസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായിരുന്നു പാസീവ് സർക്യൂട്ടിലെ ഡിഫക്റ്റ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇൻപുട്ട് വോൾട്ടേജിനെ മാത്രമേ ലോഡ് കറണ്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദിസ് വിൽ ഓൾസോ ആക്ട് ആസ് എ ഇതും ഏതുപോലെ ആക്ട് ചെയ്യും? ദിസ് വിൽ ഓൾസോ ആക്ട് ആസ് എ വോൾട്ടേജ് ടു കറണ്ട് കൺവെർട്ടർ. ക്ലിയർ ആയോ? ഇതാണ് രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ്. ഏതൊക്കെയായിരുന്നു രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ്? ഒന്നാമത്തത് ഫ്ലോട്ടിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് VI കൺവെർട്ടർ. സിമിലർലി രണ്ടാമത്തത് ഏതാണ്? ഗ്രൗണ്ടഡ് ലോഡ് വോൾട്ടേജ് ടു കറണ്ട് കൺവെർട്ടർ. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ നത്തിങ് ബട്ട് IL ഈസ് പ്രപ്പോർഷണൽ ടു VN. VN ചേഞ്ച് ചെയ്യുമ്പോൾ IL മാറും. ഏതിനെ ഡിപ്പെൻഡൻ്റ് അല്ല? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ലോഡ് റെസിസ്റ്റർ. ഇതാണ് അതിൻ്റെ ഫൈനൽ കാര്യം. ഓക്കെ, ഇതിന് ജസ്റ്റ് അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് DC ആൻഡ് AC വോൾട്ട് മീറ്റേഴ്സ്. അതിൽ യൂസ് ചെയ്യാറുണ്ട്. ലോ വോൾട്ടേജ് DC ആൻഡ് AC വോൾട്ട് മീറ്റേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ LEDs നമ്മൾ പറഞ്ഞു അല്ലേ? സിമിലർലി സെനർ ഡയോഡ് നമ്മൾ പറഞ്ഞു അല്ലേ? മാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു പോയേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാച്ചിങ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞില്ല. അതായത് രണ്ട് പെയർ ഓഫ് ഡയോഡുകൾ മാച്ച് ചെയ്യാം. ഡയോഡ് മാത്രമല്ല, ഈ ഡയോഡിനെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെനർ ഡയോഡുകളെ മാച്ച് ചെയ്യാനും ഏത് യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർ ലോ വോൾട്ടേജ് DC ആൻഡ് AC വോൾട്ട് മീറ്റർ, അതുപോലെ LED, അതുപോലെ സെനർ ഡയോഡ് ടെസ്റ്റർ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ മാച്ച് ഫൈൻഡർ. ക്ലിയർ? ഇതാണ് നമ്മളുടെ ഏത്? വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. ഇതുപോലെ സിമിലർലി നമുക്ക് ആരുണ്ട്? യു ആർ ഹാവിങ് അനദർ സർക്യൂട്ട് നോൺഡ് ആസ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ ഓൾസോ. ഓക്കെ, ഈ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.